പഴയ മൂന്നാറിലെ മലഞ്ചെരുവിലുണ്ടായ വിള്ളലിൽ ആശങ്കയിലാണ് നാട്ടുകാർ. ദേശീയപാതയോരത്തെ CSI പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ മലഞ്ചെരുവിലാണ് വിള്ളൽ രൂപപ്പെട്ടത്. മഴ കനത്ത് വിള്ളലിലൂടെ നീരൊഴുക്ക് വർദ്ധിച്ചാൽ മല തന്നെ താഴേക്ക് പതിക്കുമോ എന്ന ആശങ്കയാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത്. ജെയിനസ് രാജു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ജെയിൻ, എന്താണ് നിലവിലെ അവിടുത്തെ ഒരു സാഹചര്യം? നാട്ടുകാരുടെ ആശങ്ക എന്താണ്? ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്, പലയിടത്തും കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആര്യ, പഴയ മൂന്നാറിലെ CSI പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് ഇതിൻ്റെ സമീപത്ത് കാണുന്നത്. ആ കെട്ടിടത്തിൻ്റെ താഴേക്ക് നോക്കിയാൽ കാണാൻ കഴിയും എത്രത്തോളം ഒരു 3-4 അടി താഴ്ചയിലേക്ക് മണ്ണ് ഇരുന്ന് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിലാകെ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നു. നമുക്ക് താഴത്ത് കാണാം ദേശീയപാതയുടെ നിർമ്മാണം അവിടെ നടക്കുകയാണ്. ആ ദേശീയപാതയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി താഴെ നിന്ന് മണ്ണ് നീക്കം ചെയ്തു. ആ മണ്ണ് നീക്കം ചെയ്തപ്പോൾ ഈ മുകളിലുള്ള ഭാഗത്ത് വിള്ളൽ വീഴുകയും ഈ ഭൂമി അപ്പാടെ താഴേക്ക് ഇരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇത്രത്തോളം വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ചയാണ് ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിലൊരു വിള്ളൽ ഈ ഭൂമിയിൽ കാണുന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും മണ്ണ് ഇരുന്ന് താഴേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ അറിയാം, ഈ റോഡ് നേരെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ റോഡിൻ്റെ ഭാഗം ഈ കെട്ടിടത്തിലേക്ക്, വൈദികൻ താമസിക്കുന്ന കെട്ടിടമാണ്, ആ കെട്ടിടത്തിലേക്കുള്ള റോഡൊക്കെ ഇടിഞ്ഞ് താഴ്ന്നു പോയിരിക്കുന്നു. അതായത് താഴേക്ക് മണ്ണ് ഇരുന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ദേശീയപാത അതോറിറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജില്ലാ ഭരണകൂടവുമായിട്ട് ഒരു ചർച്ച നടത്തിയിരുന്നു. 72 മണിക്കൂറാണ് അവർ ആവശ്യപ്പെടുന്നത്. 72 മണിക്കൂറിനുള്ളിൽ ഈ ഭാഗത്തെ മണ്ണൊക്കെ നീക്കം ചെയ്ത് സുരക്ഷിതമാക്കാം എന്നുള്ളതാണ്. നിലവിൽ നമുക്ക് കാണാം താഴത്ത് 2 റോഡുകൾ പോകുന്നുണ്ട്. ഒന്ന് ബൈപ്പാസ് റോഡാണ്, ഒരു പാലം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇപ്പുറത്താണ് മൂന്നാറുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയുടെ പ്രധാന ഭാഗമുള്ളത്. അതിൽ പഴയ റോഡ് ദേശീയപാത പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. കാരണം സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പകരം ബൈപ്പാസിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ CSI പള്ളിയിലെ വൈദികൻ വികാരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്നാണ് ആദ്യം നമ്മൾ ഈ വിള്ളൽ രൂപപ്പെട്ടത്? നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നമ്മൾ ഇതിൻ്റെ വിള്ളൽ കണ്ടു തുടങ്ങിയത് എന്നുള്ളതാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയ സമയത്ത് വീട്ടിൻ്റെ മുറ്റത്ത് വിള്ളലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെള്ളിയാഴ്ച നോക്കുമ്പോൾ ഇതിൻ്റെ ആഘാതം കൂടി. അപ്പോൾ ഞാൻ അതിൻ്റെ അധികൃതർ വിളിച്ച് ഞാൻ പറഞ്ഞ സമയത്ത് അവർ നോക്കിയിട്ട് അപ്പോൾ തന്നെ വീട് ഇവിടുന്ന് മാറണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീട് കിട്ടിയിട്ടില്ല. നമ്മൾ സാധനങ്ങളൊക്കെ സ്കൂളിലാണ് ഇപ്പോൾ ഞങ്ങൾ വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നിങ്ങൾ കരുതുന്നത് എന്താ? അല്ല, ഇപ്പോൾ ഇത് ശരിക്കും ഏകദേശം ഒരു 1.5 മാസം 2 മാസമായി ഇവർ ഈ പണി തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും ഹൈറ്റിലുള്ള ഒരു സ്ഥലം അവർ ആ റീറ്റെയിൻ വാള് പണിയാനായിട്ട് അവർ എടുത്തു വെച്ചതാണ്. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഇവർ റീറ്റെയിൻ വാള് പണി തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടാണ്, കാലതാമസം വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം മഴക്കാലമല്ലേ. തുടർന്നാൽ ഈ കുന്നിടിഞ്ഞ് താഴുമോ എന്നുള്ള വലിയൊരു ആശങ്കയിലാണ് അവിടെ നാട്ടുകാർ ഇപ്പോൾ ജീവിക്കുന്നത്.